guys, welcome to Shira What? Long Vlog. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ Q&A. ഇതിന്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എന്നോട് ഹൈഫ എന്നുള്ള ഒരു കുട്ടി എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്ലേസ് എവിടെ ചോദിച്ചു. പ്ലേസ് പാലക്കാട് ഒറ്റപ്പാലത്താണ് എന്റെ പ്ലേസ് വന്നിട്ടുള്ളത്. ഏജ് വെച്ചിട്ട് എനിക്ക് 14 ഇയേഴ്സ് ആണ് ഉള്ളത്. പിന്നെ ക്ലാസ് ഞാൻ 9th പഠിക്കുന്നത്. പിന്നെ സ്കൂൾ എവിടെ ചോദിച്ചു, സ്കൂൾ ഞാൻ ഒറ്റപ്പാലത്ത് കോൺവെന്റ് LSN എന്നുള്ള സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഹോബി ചോദിച്ചിട്ടുണ്ട്. ഹോബി അങ്ങനെ ചറവറാന്ന് പറഞ്ഞു, കാരണം എനിക്ക് ഇത് എങ്ങനെ എടുക്കണം എങ്ങനെ പറയണമെന്നും അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകട്ടെ ഗൈസ്. ഹോബി പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കല്, എഡിറ്റിങ്, ഇതൊക്കെ തന്നെയാണ്. ഞാൻ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്, ഷോർട്സ് ആണ് ഇടാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കലേക്ക് അത്ര മീൻസ് എഡിറ്റിങ്ങോളം വരില്ല. വീഡിയോ എടുക്കലേക്ക് എഡിറ്റിംഗ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഹു ആർ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഓൺ സോഷ്യൽ മീഡിയ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിട്ട് വെച്ചാൽ എനിക്ക് ഇൻഫ്ലുവൻസ് ആയി തോന്നിയിട്ടുള്ളത് തനിമലയാളി. ഞാൻ ആകെ കുറച്ച് പേരെ വ്ളോഗ് ഞാൻ കാണാറുള്ളൂ, പിന്നെ ഷോർട്സ് ആണ് കാണാറ്. വ്ളോഗ് ഞാൻ കാണാറുള്ള തനിമലയാളിയുടെ വീഡിയോസ് മാത്രമാണ് കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം തനിമലയാളി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കാരണം ഇങ്ങനെ ക്ലീനിങ്, മറ്റേ ഓർഗനൈസിങ്, അതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാൻ ചെയ്യാറ് ശ്രമിക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് തനിമലയാളിയുടെ വ്ളോഗ്. പിന്നെ എന്നോട് ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ദുബായിലുള്ളവരാണോ, നിങ്ങൾക്ക് വേണ്ടി അടിപൊളി പെർഫ്യൂം ഞാൻ പറഞ്ഞിട്ടെ, വൈക്കൺ ഫ്രാഗ്രൻസ്. ഇത് അടിപൊളി പെർഫ്യൂം ആണ്. ദുബായിലുള്ളവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പെർഫ്യൂം ആണ് ഇത്. നിങ്ങൾക്ക് അവരെ വെബ്സൈറ്റിൽ കൂടി ഇൻസ്റ്റയിൽ DM ചെയ്തിട്ടും നമ്പറിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഈ വൈക്കൺ ഫ്രാഗ്രൻസിന്റെ മാമന്റെ വരാനുള്ള മാമ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പെർഫ്യൂം. ഞാൻ ദുബായിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വൈക്കൺ ഫ്രാഗ്രൻസ് ട്രൈ ചെയ്യാൻ പറ്റും, അടിപൊളിയാണ്. വാട്ട് ഈസ് ദ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. എനിക്കങ്ങനെ ഇൻസ്പയർ ആവും മാത്രം ഒന്നും അങ്ങനെ ഇല്ല. എനിക്ക് ചെയ്യാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. പിന്നെ എന്റെ മാമന്റെ ഫോട്ടോ എവിടെയും വെക്കുക ഗൈസ്. അപ്പൊ മാമനാണ് എന്നോട്, മാമയ്ക്ക് പണ്ടൊരു ചാനൽ തുടങ്ങി തന്നിരുന്നു. അതിലെങ്ങനെ വെച്ചാൽ ഞാൻ വീഡിയോ എടുത്ത് കൊടുത്താൽ മാത്രം മതി. എന്റെ ചെറുപ്പത്തിലാണ്, അപ്പൊ മാമൻ തന്നെയാണ് എഡിറ്റ് ചെയ്ത്, മാമനാണ് ഹാൻഡിൽ ചെയ്ത്. പിന്നെ എന്തോ കാരണവശാൽ എനിക്കതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്റെ മാമനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, മാമനും അത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ഇതിപ്പോ ഈ ചാനൽ തുടങ്ങാൻ മെയിൻ റീസൺ എന്റെ ഉമ്മയാണ്. ഉമ്മച്ചിക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കുക്കിംഗ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നതും. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ മാത്രം അങ്ങനൊന്നും ഇല്ല, ഇത് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഗൈസ്. ഈ ഫുഡ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും എന്റെ ഫേവറേറ്റ് ആട്ടോ ഗൈസ്. പിന്നെ അതിന് അങ്ങനെ എടുത്ത് പറയാന്ന് വെച്ചാൽ ചോറും മത്തിക്കറിയും അതന്നെയാണ് എന്റെ ഫേവറേറ്റ്. അതിൽ കൂടുതലൊന്നും ഒന്നും വരില്ല ഗൈസ്. മത്തിക്കറിയും ചോറും തന്നെയാണ് എന്റെ ഫേവറേറ്റ്. സ്കിൻ കെയർ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. സ്കിൻ കെയർ ഒന്നും ഇല്ല ഗൈസ്. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ബേബി സോപ്പും. ഇതാണ് ഞാൻ കൂടുതലും ഞാൻ മോയ്സ്ചറൈസറിന്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കും. പിന്നെ കോട്ടഗലിന്റെ ബേബി സോപ്പില്ലേ, പിന്നെ ബേബി മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ബേബീസിന്റെയാണ് ഞാൻ കൂടുതൽ യൂസ്. അതാണ് എനിക്ക് പിന്നെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള. വേറെ ഒന്നും യാത്ര അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഫേവ് കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫേവ് കാർ ഏതാ വെച്ചാൽ പോർഷെ 911. ഇത് അത് അടിപൊളി വണ്ടിയാണ്, എനിക്കത് മാത്രമേ അറിയുള്ളൂ. അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 22/1/2012 ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ആ ഡേറ്റിൽ വേണമെങ്കിൽ വിഷൊക്കെ ചെയ്തിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഹാപ്പി. പിന്നെ ഒരു അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നോട് ചോദിച്ചിരിക്കണേ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചു. കമ്മിറ്റഡോ, എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഗൈസ്. ഞാൻ ചെറിയ കുട്ടിയല്ലേ, 14 വയസ്സായിട്ടുള്ളൂ. ഇല്ല ഗൈസ്, കമ്മിറ്റഡ് അല്ല ഗൈസ്. അപ്പൊ അതാണ് അതിനുള്ള ആൻസർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, ലിറ്റിൽ ബ്രദർ നെയിം പ്ലീസ്, ഹീസ് വെരി ക്യൂട്ട്. ഇത് എന്റെ അനിയന്റെ ഫേക്ക് അക്കൗണ്ട് ആണ്. അനിയന്റെ പേര് ഷാനവാസ് എന്നാണ്. ഇതിന്റെ പോലെ തന്നെ ഒരു മാച്ച് ഉള്ള ഒരു പേരാണ് അവന്റെ. അപ്പൊ ഇതാണ് എന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ. എന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ഗൈസ്. അപ്പൊ എന്നോട് ചോദ്യം ചോദിച്ച സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അവർക്ക് വേണ്ട ഉത്തരങ്ങളൊക്കെ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യം എന്നോട് അനിയൻ പറയാൻ പറഞ്ഞു, കമ്മിറ്റഡ് അല്ലാന്ന്
പറയാൻ പറഞ്ഞു. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും ലോങ് വീഡിയോസ് ഒക്കെ എന്നോട് കുറെ പേര് ലോങ് വീഡിയോസ് ഒക്കെ ഇടാൻ പറഞ്ഞിരുന്നു. എന്തായാലും പറ്റുന്ന പോലെ ലോങ് വീഡിയോസ് ഇടാം. പിന്നെ എന്നും ഷോർട്സ് നിങ്ങൾക്ക് എന്ന് ഞാൻ ഷോർട്സ് ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് ബൈ.